1500 രൂപയായിരുന്നു. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്നത് ഇതൊരു രജിസ്ട്രേഷൻ ഫീസ് എന്ന രൂപത്തിലാണ്. ഇവർ ഒരു വർക്ക് കൊടുത്തു, അവൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് പിന്നീട് അവരുടെ ഒരു റിപ്ലൈ ഇല്ല, തിരിച്ചൊരു റിപ്ലൈ ഇല്ല. വലിയൊരു വർക്കാണ് അവനോട് ആവശ്യപ്പെട്ടത്. അവൻ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് 1 വീക്ക് അതിന്റെ പിന്നിൽ ഇരുന്നിട്ട് അത് ചെയ്തു കൊടുത്തു. അതിനുശേഷം അവരുടെ ഒരു റിപ്ലൈ ഇല്ല. ഫേക്ക് പരിപാടിയാണ്. അതായത് അവൻ ചെയ്ത വർക്ക് ഫ്രീലാൻസ് ആയിട്ട് മറ്റാർക്കും സെയിൽ ചെയ്തിട്ടുണ്ട് അവർ. ഗൈസ്, പ്രോട്ടോടൈപ്പിലെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 2 ഫ്രണ്ട്സിനുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത്. രണ്ടും ലിങ്ക്ഡിൻ വഴി ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് സ്കാംസ് ആണ്. നമ്പർ 1 എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട്, അവന് ഒരു ഇന്റർവ്യൂ കിട്ടി. ആ ഇന്റർവ്യൂ കിട്ടിയതിനു ശേഷം അവനോട് ആവശ്യപ്പെട്ടത് 200 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യണമെന്നായിരുന്നു. ഇതേ ഒരു അനുഭവം മറ്റൊരു ഫ്രണ്ടിനുണ്ടായി. അത് ഡോളറിലായിരുന്നു അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. അതൊരു അമേരിക്കൻ കമ്പനിയായിരുന്നു. സോ അവർ ചോദിച്ചേക്കുന്നത് 1500 രൂപയായിരുന്നു. അപ്പൊ ഇവർ ചോദിച്ചേക്കുന്നത് ഇതൊരു രജിസ്ട്രേഷൻ ഫീസ് എന്ന രൂപത്തിലാണ്. ഇതുപോലെ മറ്റൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് റൗണ്ട്, ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഇവര് ഒരു വർക്ക് കൊടുത്തു, അവൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് പിന്നീട് അവരുടെ ഒരു റിപ്ലൈ ഇല്ല, തിരിച്ചൊരു റിപ്ലൈ ഇല്ല. വലിയൊരു വർക്കാണ് അവനോട് ആവശ്യപ്പെട്ടത്. അവൻ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് 1 വീക്ക് അതിന്റെ പിന്നിൽ ഇരുന്നിട്ട് അത് ചെയ്തു കൊടുത്തു. അതിനുശേഷം അവരുടെ ഒരു റിപ്ലൈ ഇല്ല. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയത്, ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ഫ്രീലാൻസ് ആയിട്ട് ഏതൊരു ടീം അങ്ങനത്തെ ഒരു ഫേക്ക് പരിപാടിയാണ്. അതായത് അവൻ ചെയ്ത വർക്ക് ഫ്രീലാൻസ് ആയിട്ട് മറ്റാർക്കും സെയിൽ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അങ്ങനെയും ആളുകൾ വരും. സോ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ വഴി ജോലിക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്ന സമയത്ത്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം ജോലി കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. ഇങ്ങോട്ടും നിങ്ങളുടെ പ്രൊഫൈല് കണ്ടിട്ട് അത്യാവശ്യം അടിപൊളിയാണ് നിങ്ങളുടെ പ്രൊഫൈൽ എന്നുണ്ടെങ്കിൽ ഈവൻ CEOs വരെ ഡയറക്റ്റ് നിങ്ങളെ കണക്ട് ചെയ്യും. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. ഓഫർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഫേക്ക് ആണോ അല്ലയോ എന്ന് എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം? അപ്പൊ അതിനെ വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു 8ഓളം പോയിന്റ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഫർ ലെറ്റർ തരികയാണ്. മേ ബി നിങ്ങളുടെ മെയിൽ വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ, മെസ്സേജ് ത്രൂവോ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫർ ലെറ്റർ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ തരികയാണ്. വേറെ പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ ഓഫർ ലെറ്റർ തരികയാണ്. അപ്പൊ നിങ്ങളൊന്ന് സംശയിക്കണം. നമ്പർ 2 എന്ന് പറയുന്നത്, ജനറൽ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്, അതായത് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു നോർമൽ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ തന്നെ പിടുത്തം കിട്ടും. ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരികയാണ് അല്ലെങ്കിൽ മെയിൽ വരികയാണ്. അപ്പൊ നിങ്ങളൊന്ന് സംശയിക്കണം. ശരിക്കും നമുക്ക് വരുന്ന മെയിൽ അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ഫോർമാറ്റിലായിരിക്കും. ഒരു കമ്പനി അയക്കുമ്പോൾ അതിനൊരു രീതികളുണ്ട്. അല്ലാതെ നോർമലി വരുന്ന നേരെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളൊന്ന് ഡൗട്ട് അടിക്കണം. അങ്ങനെ നിങ്ങൾ പോലും അപ്ലൈ ചെയ്യാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വല്ല രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് അല്ലാത്ത മെസ്സേജുകൾ വരികയാണെങ്കിൽ, അതായത് അതിനകത്ത് ഈവൻ ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് പോലും ചോദിക്കാതെ ഉള്ള ഡയറക്റ്റ് ഒരു നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും ഒന്ന് സംശയിക്കുക. നമ്പർ 3 എന്ന് പറയുന്നത്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫറാണ്. നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത തരത്തിലുള്ള വൻ എമൗണ്ടുകൾ പറഞ്ഞിട്ട് നിങ്ങളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ. അങ്ങനെയും ഓഫേഴ്സ് വരാം. അപ്പൊ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തിക്കുക, ഇത് എനിക്ക് ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു ഓഫർ അല്ല, എന്നാൽ പിന്നെ അത് ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ പെടാനുള്ള ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കണം. ബിക്കോസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ടോപ്പ് കമ്പനീസ് ആണല്ലോ നല്ല ഓഫേഴ്സ് തരിക. അപ്പൊ അവർക്കൊരു കൃത്യമായ ഹയറിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അപ്പൊ ആ ഹയറിംഗ് പ്രോസസ്സിൽ വല്ല ഉടായ്പും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സംശയിക്കേണ്ടതുണ്ട്. അതൊരു കാര്യം. പിന്നെ 4മത് നിങ്ങൾക്ക് ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിധം എന്ന് പറയുന്നത്, അവരുടെ മെയിൽ ത്രൂ ആയിരിക്കുമല്ലോ മിക്കവാറും കമ്മ്യൂണിക്കേഷൻ നൽകുക. അപ്പൊ ആ മെയിൽ ജെന്യൂൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ഈവൻ എല്ലാ കമ്പനീസിനും മിക്കവാറും സൈറ്റുകൾ ഉണ്ടാവും. സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു വഴിയുണ്ട്. ആരാണോ നിങ്ങൾക്ക് ഈ മെസ്സേജ് അയച്ചത്, HR ആകാം, ആരും ആകാം, ഈവൻ എന്തായാലും ആ കമ്പനിക്ക് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാവുമല്ലോ, ആ പ്രൊഫൈല് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ജെന്യൂനിറ്റി ഉറപ്പുവരുത്താവുന്നതാണ്. ഇനി സൈറ്റിലും അതുപോലെ തന്നെ ലിങ്ക്ഡിനിലും കമ്പനിക്ക് പ്രത്യേകിച്ച് നല്ലൊരു പ്രൊഫൈലൊന്നും ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സംശയിക്കാവുന്നതാണ്. പിന്നെ 5മത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് നിങ്ങളോട് അങ്ങോട്ട് പൈസ ചോദിക്കുക. രജിസ്ട്രേഷൻ ഫീസോ അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ മറ്റോ ഫീസ് അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ സംശയിക്കുക. ഇതിനുള്ള വലിയൊരു ട്രാപ്പാണ് സഡൻ ആയിട്ടൊരു ഓഫർ ഇടുക. പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഫൈൽ അവർ കാണുകയും നിങ്ങൾ ആ ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഓഫർ വരും. മെസ്സേജോ മെയിലോ ആയിട്ട് വന്നിട്ട് പറയും, ഇന്ന് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഉച്ചയ്ക്ക് തന്നെ വരണം, രാത്രി. നിങ്ങൾ ജസ്റ്റ് അവർ അയച്ച മെസ്സേജ് വിത്തിൻ 4 or 5 hours അവർ പ്രോസസ്സ് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെയുള്ള ഒരു സഡൻ സ്റ്റെപ്പുകൾ നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴും നിങ്ങളൊന്ന് ഡൗട്ട് അടിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷന് പോലും ടൈം തരാതെ ഒരു കമ്പനീസും ഒറ്റയടിക്കുള്ള ഒരു അപ്രോച്ച് നടത്തത്തില്ല.
സോ അവിടെയും നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ഏഴാമത്, നിങ്ങൾക്കൊരു ഓഫർ കിട്ടി എന്ന് വിചാരിക്കുക. അവിടെയും നമ്മൾ കമ്പനീനെ ഡൗട്ട് അടിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓഫറിൽ തന്നിരിക്കുന്ന ഓഫറിൽ നിങ്ങൾക്കുള്ള ഒരു സ്കിൽ സെറ്റ് ഉണ്ടല്ലോ, ഇന്റർവ്യൂ വരെയുള്ള ടൈമിൽ കമ്പനി ആവശ്യപ്പെട്ട സ്കിൽസ് ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഒരുപാട് സ്കിൽസ് ഓഫർ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഡൗട്ട് അടിക്കണം. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ബിക്കോസ് ഇൻ കേസ് ഈ രീതിയിൽ അതുവരെ നിങ്ങളോട് പറയാതെ പിന്നെ ഓഫർ ലെറ്റർ തന്ന സമയത്ത് ഇത്രയും സ്കിൽസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, ഏതായാലും നല്ല പാക്കേജ് അല്ല എന്നാൽ പോവാം എന്ന് വിചാരിക്കരുത്. അവിടെ എന്തെങ്കിലും ഉടായ്പുണ്ടാവും. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എട്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഈ വാട്സപ്പ് വഴിയൊക്കെ ഈ ഇന്റർവ്യൂകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതായത് വീഡിയോ കോൾ വഴിയൊക്കെ ഇന്റർവ്യൂ മീറ്റിംഗ്സും ഒക്കെ, അതും അപ്പോഴും നിങ്ങളൊരു ഉടായ്പ് സംശയിക്കണം. ഇത്തരത്തിലാണ് നിങ്ങളുടെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെയും സംശയിക്കാവുന്നതാണ്. ചില വിദേശത്തൊക്കെയുള്ള തട്ടിപ്പ് ടീംസ് ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. സോ നമ്മൾ 8 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 8 കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ ജെന്യൂനിറ്റി എത്രത്തോളം എങ്ങനെ കൃത്യമായി ഉറപ്പുവരുത്താം എന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ ഒത്തിരി സ്നേഹം, ഒത്തിരി ഇഷ്ടം. ബൈ.